കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതകാലെ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേറ്റി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് ആസ്വദിക്കാം. ഇന്ന് മഞ്ഞയായി നമുക്ക് ലഭ്യമായിരിക്കുന്ന വചനം, അതിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ രക്തത്താലുള്ള നീതീകരണം, അത് സാധ്യമാക്കുന്ന നമ്മുടെ ആരാധന. കർത്താവിൻ്റെ രക്തത്താൽ, ആ പുണ്യാഹ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായ ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ സന്നിധിയിലുള്ള ആരാധനകളിലൂടെ കൂടുതൽ കൂടുതൽ വെളിച്ചമുള്ളവരായിത്തീരുന്ന ഒരു അനുഭവത്തിൻ്റെ വാക്യം എബ്രായ ലേഖനം 8-ാം അധ്യായം 1-2 വാക്യങ്ങളിലൂടെ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലതുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നമ്മുടെ മഹാപുരോഹിതനായ കർത്താവിൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷയിൽ നാം നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുമ്പോൾ, ഭൗമിക കൂടാരം മോശ പർവ്വതത്തിൽ കണ്ടതായ മാതൃക പ്രകാരം നിർമ്മിക്കപ്പെട്ടപ്പോൾ അവിടെ മഹാപുരോഹിതനും പുരോഹിതന്മാരും അടങ്ങുന്ന ഒരു സംഘം ദിനംപ്രതിയും വർഷത്തിലൊരിക്കലും ശുശ്രൂഷ ചെയ്തിരുന്നതായ കാഴ്ച നാം ലേവ്യ പുസ്തകത്തിലും അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കുകയുണ്ടായി. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ മോശയ്ക്ക് കാണിച്ച മാതൃക പ്രകാരമുള്ള ഒരു ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു കൂടാരം മരുഭൂമിയിലെ ജനത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു. അവിടെ ആ സത്യകൂടാരത്തിൻ്റെ മാതൃകയിൽ സൃഷ്ടിച്ചതായ ആ കൂടാരത്തില് ബലഹീന മനുഷ്യർക്ക് വേണ്ടി, ഇവിടെ പറയുന്നത് ബലഹീന മനുഷ്യർക്ക് വേണ്ടി, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കിയ കാഴ്ചയാണ്. അഹരോന്യ കുടുംബത്തെ മുഴുവനായിട്ട് പുരോഹിത പ്രവൃത്തിയിലേക്ക് വിളിക്കുമ്പോൾ അഹരോനും മക്കളെയും പ്രധാനപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. എന്നാൽ അത് ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്ന കാര്യമാണ് അവിടെ സമാഗമന കൂടാരത്തിൽ നാം കാണുന്നത്. എന്നാൽ ഇവിടെ 8-ാം അധ്യായം പറയുന്നത്, എബ്രായ പുസ്തകം 8-ാം അധ്യായം പറയുന്നത്, സ്വർഗത്തില് മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായി, നമ്മുടെ കർത്താവ് മനുഷ്യവേഷം എടുക്കുന്നതിന് മുമ്പ് മഹിമാസനത്തിന്റെ വലതുഭാഗത്ത്, അല്ലെങ്കിൽ ദൈവമായിരുന്നവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ, ആ ദൈവത്വം മാറ്റിവെച്ച് സാധാരണ ബലഹീന മനുഷ്യരെ രക്ഷിക്കുവാൻ തക്കവണ്ണം മനുഷ്യവേഷമെടുത്ത് മനുഷ്യർക്ക് വേണ്ടി കാൽവരിയുടെ യാഗസ്ഥലത്ത് തൻ്റെ ഓരോ തുള്ളി രക്തത്താലും പാപികളായ മനുഷ്യരെ വിലയ്ക്ക് വാങ്ങിക്കുന്ന അനുഭവം നമുക്ക് ദൈവത്തിൻ്റെ ആ പരമയാഗത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ നിഴലായിരുന്നു ഈ സമാഗമന കൂടാര ശുശ്രൂഷകളെല്ലാം തന്നെ. ആ നിഴലുകൾക്ക് ഇനി ഒരു സ്ഥാനവും ഇല്ല. ഇനി ആ നിഴലുകളെ അല്ല, പൊരുളായുള്ളവൻ വന്ന് തൻ്റെ തങ്കച്ചോര നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നപ്പോൾ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ, ദിനംപ്രതിയുള്ള നമ്മുടെ ആരാധനകളിൽ നാം ബലഹീനരാണ്. അവിടുത്തെ രക്തത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടു എങ്കിലും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അഴുക്കും ചെളിയും നാം ചവിട്ടി കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അഴുക്കാവുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളെ അതിജീവിക്കുവാൻ, നമ്മളെ വീണ്ടും വീണ്ടും കഴുകലിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കുന്ന ഒരു ദൈവമാണ്. സമാഗമന കൂടാരത്തിൽ ധൂപപീഠത്തിന് വളരെ വലിയ സ്ഥാനമുണ്ട്. അതുപോലെ ഭൗമിക ജീവിതത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയാണുള്ളത്. ആ വലിയ വില കിട്ടുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന ധൂപമായി ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാക്കുന്നത് പരിശുദ്ധാത്മാവ് അതിനെ വിശുദ്ധീകരിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ അറിയാത്ത നമ്മുടെ പ്രാർത്ഥനകളും ജൽപ്പനങ്ങളും നമ്മുടെ ആകുലതകളും ഒക്കെ അതുപോലെ അങ്ങ് ദൈവസന്നിധിയിൽ എത്തിക്കുകയല്ല, മറിച്ച് അത് എഡിറ്റ് ചെയ്ത് അത് ദൈവസന്നിധിയിൽ എത്തിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതായത് നമ്മൾക്ക് നമ്മുടെ ഞരക്കങ്ങൾ പോലും അവിടുന്ന് അറിഞ്ഞിട്ട് അത് ശരിയായ രീതിയിൽ
ധൂപപീഠത്തിൽ ഇട്ട് ധൂപം പൊങ്ങുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളെ, അതിൻ്റെ അനുഗ്രഹങ്ങളെ, സ്മരണകളെ ഒക്കെ ഉണർത്തുന്ന അനുഭവങ്ങൾ ഒരു സുഗന്ധ ധൂപം പോലെ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ വഷളായ മാനുഷിക ചാനലുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് അപ്രകാരം തന്നെ ആ അഴുക്ക് നിറഞ്ഞതായിട്ട് മാറും. എന്നാൽ കർത്താവിൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണത്താൽ അത് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ വിശുദ്ധിയോടെ കളങ്കമില്ലാത്തതായിട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും അവിടുത്തെ മധ്യസ്ഥതയിലൂടെ പിതാവിന് സൗരഭ്യവാസനയാക്കി തീർക്കുകയാണ് നമ്മുടെ കർത്താവ് ചെയ്യുന്നത്, നമ്മുടെ മഹാപുരോഹിതൻ ചെയ്യുന്നത്. നമുക്ക് പക്ഷപാതം ചെയ്യുകയാണ്. നമ്മളുടെ കുറവുകൾ, ദൈവസന്നിധിയിൽ എടുത്തു കാണിക്കുന്നതായ എല്ലാ തിന്മകളും നമ്മളിൽ നിന്ന് മാറ്റുവാൻ നമ്മുടെ മധ്യസ്ഥനായ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ മഹാപുരോഹിതനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ, നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ പുണ്യാഹ രക്തത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുവാൻ തക്കവണ്ണം ഈ മഹാപുരോഹിതൻ നമ്മെ തന്നെ അവിടുത്തെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയെന്ന് കാണിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണമെങ്കിൽ നമ്മളുടെ കുറവുകൾ കർത്താവിൻ്റെ രക്തത്താൽ ആ കുറവുകളെ അലിയിച്ച് കളഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സൗരഭ്യവാസനയായി സമർപ്പിക്കപ്പെടുന്ന അനുഭവത്തിലൂടെയാണ് അത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. അത് നമ്മുടെ അനുസരണത്തിൽ, നമ്മുടെ അനുതാപത്തിൽ, നാം അർപ്പിക്കുന്ന സ്തുതിയിൽ, നന്ദിയർപ്പണത്തിൽ എല്ലാം തന്നെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ആ നീതി തിളങ്ങുന്ന തീയിലേക്ക്, നീതിയാകുന്ന ആ തീയിലേക്ക് നാം അർപ്പിക്കപ്പെടണം, നാം സ്വയം അർപ്പിക്കപ്പെടണം. അങ്ങനെയാവുമ്പോഴാണ് അത് സുഗന്ധം പരത്തിക്കൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ അത് അക്ഷയപാത്രത്തിലേക്ക് സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഈ പ്രഭാതത്തിൽ നാം കഴിക്കുന്ന ഓരോ പ്രാർത്ഥനകൾ, നാം കഴിക്കുന്ന ഓരോ അപേക്ഷകൾ നമ്മളെ സ്വയം പരിശോധന ചെയ്ത് ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണമുള്ള പാത്രങ്ങളായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ മഹാപുരോഹിതൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന മഹാപുരോഹിതൻ്റെ അവിടുത്തെ പുണ്യാഹ രക്തത്തിൻ്റെ വിലയേറിയ അനുഭവം നിത്യജീവിതത്തിൽ, ദിവസം പ്രതിയുള്ള ജീവിതത്തിൽ നാം അനുഭവിച്ചറിയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ടവരായി തീരുവാൻ, നമ്മുടെ അന്തരംഗങ്ങളെ നമ്മെ സമ്പൂർണമായി ദൈവത്തിന് അവിടുത്തെ നീതിക്ക് യോഗ്യമായി ജീവിപ്പാൻ തക്കവണ്ണം പ്രാപ്തരാക്കേണ്ടുന്നതിന് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. സ്വർഗീയ പിതാവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മുഴുലോകത്തെയും ആദരിക്കാതെ കർത്താവേ, അടിയങ്ങളോടുള്ള കൃപയാലെ, അവിടുത്തെ നിത്യസ്നേഹത്താലെ, അവിടുത്തെ ആ പുണ്യാഹ രക്തത്താൽ അടിയങ്ങളെ വിലയ്ക്ക് വാങ്ങി അവിടുത്തേക്ക് വേർതിരിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. മരണപര്യന്തം ദൈവമേ ആ അനുസരണത്തിൽ തികവുള്ളവരായി തീരുവാൻ ദിനം പ്രതിയുള്ള അടിയങ്ങളുടെ പ്രാർത്ഥനകളും സമർപ്പണങ്ങളും സ്തുതികളും ആരാധനകളും പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ക്രിയ ചെയ്യുവാനും കർത്താവിൻ്റെ സമക്ഷത്ത് അടിയങ്ങളുടെ പ്രാർത്ഥനകൾ ധൂപമായി സൗരഭ്യ യാഗമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശിക്കുവാൻ ഞങ്ങളെ നിമിഷം പ്രതി ഒരുക്കിക്കൊള്ളണമേ. മാനവും മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.